ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കോമ്പസ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തമ്പനയിൽ കണ്ട മാതിരി തന്നെ ഇത്തവണ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഒരു വീഡിയോ ആണ്. അതായത് ഇപ്പോൾ 8ൽ നിന്ന് 9ലേക്ക് കടന്ന കൂട്ടുകാർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. അതായത് 8ൽ നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമർ പഠിച്ചിരുന്നു. അപ്പോൾ ആ ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ബേസാണ് നമ്മൾ പഠിച്ചത്. ആ ബേസ് അത് മറക്കരുത് ഒരിക്കലും 9ലേക്ക് ചെല്ലുമ്പോഴും. അപ്പോൾ അത് 9ലും പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതുകൊണ്ട് മാത്രം ആണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് അതും വളരെയേറെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഈ ഗ്രാമറിൽ ഉൾപ്പെടുത്തുന്നത്. അതായത് 4 കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സിമിലി, മെറ്റഫർ, ഇമേജസ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇമേജസ്. പോയറ്റിക് ഡിവൈസിൽ വരണ ഒരു സംഭവമാണ് ഇമേജസ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇമേജസ് അത് കുറച്ചുണ്ട്. അതേപോലെ തന്നെ പേഴ്സോണിഫിക്കേഷൻ. ഇങ്ങനെ 4 കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത് വളരെയേറെ ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് 8ൽ നിന്ന് 9ലേക്ക് കിടക്കുന്നവർക്ക്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് തന്നെ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഫണ്ണിക്ക് വേണ്ടി സിമിലി വേഴ്സസ് മെറ്റഫർ എന്ന് പറയുന്നതാണ്. അതായത് സിമിലി മെറ്റഫറും തമ്മിൽ വളരെയേറെ അതായത് 2 കമ്പാരിസണിന് വേണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ചെറിയൊരു വ്യത്യാസമാണ് ഈ സിമിലി മെറ്റഫറും തമ്മിലുള്ളൂ. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. അതായത് ഇപ്പോൾ നമ്മളൊരു ഇതിപ്പോൾ ഒരു അനിമേഷനിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കുന്നതാണ്. അതായത് ഒരു മാൻ, പുള്ളിക്കാരൻ അടിപൊളിയാണ് സംഭവം. പുള്ളിക്കാരൻ അടിപൊളിയാണ്, നല്ല പ്രശസ്തിയൊക്കെ ഉള്ള ഒരു ആളാണ് എന്ന് വിചാരിക്കുക സപ്പോസ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഒരു ലയണായിട്ടാണ് കമ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് പുള്ളിക്കാരൻ നല്ല പ്രശസ്തിയായിട്ടുള്ള ഒരാളെ ഞാൻ ലയണായിട്ട് കമ്പയർ ചെയ്യും. അപ്പോൾ ദ മാൻ ഈസ് ലൈക്ക് എ ലയൺ എന്ന് എനിക്ക് പറയാം. ദ മാൻ ഈസ് എ ലയൺ എന്ന് എനിക്ക് പറയാം. ഇത് രണ്ടും ഞാൻ ഇപ്പോൾ പറഞ്ഞ സിമിലി മെറ്റഫറിൻ്റെ ഓരോ സ്റ്റൈലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഏതാണ് സിമിലി. അതായത് ഈ പുള്ളിക്കാരനും ലയണും തമ്മിൽ മെൻ്റലി ഞാൻ കമ്പയർ ചെയ്തതാണ് ആയത്. ദ മാൻ ഈസ് ലൈക്ക് എ ലയൺ. ലൈക്ക് ഓർ അസ് ആണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്. ലൈക്ക് ഓർ അസ്. അപ്പം അത് ഞാൻ മെൻ്റലി ആണ് പുള്ളിക്കാരൻ രണ്ടുമാരെ കമ്പയർ ചെയ്തത്. ഇനി ഞാൻ ദ മാൻ ഈസ് എ ലയൺ എന്ന് പറയുമ്പോൾ മാൻ ഈക്വൽ ലയൺ, അതായത് പുള്ളിക്കാരൻ ലയൺ ആണെന്നാണ് ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അത് രണ്ടുമാണ് അത് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഞാൻ നോക്കാം. ദ മാൻ ഈസ് ലൈക്ക് എ ലയൺ എന്ന് പറയുന്നത് ഒരു സിമിലിക്ക് ഉദാഹരണമാണ്. ഡയറക്റ്റ് കമ്പാരിസൺ യൂസിങ് ലൈക്ക് ഓർ അസ്. അതൊരു മെൻ്റലി ആയിട്ടുള്ള കമ്പാരിസൺ ആണ്. 2 തിങ്സിനെ മെൻ്റലി ആയിട്ട് കമ്പയർ ചെയ്യുന്നു. ദ മാൻ ഈസ് എ ലയൺ എന്ന് പറയുന്നത് മെറ്റഫർ ആണ്. ദാറ്റ് ഐഡൻറ്റിഫൈസ് കമ്പാരിസൺ ഐഡൻറ്റിഫൈങ് ഓൺ വൺ തിങ് ആസ് അനദർ. ഒരു സാധനത്തെ മറ്റൊന്നായിട്ട് കമ്പയർ ചെയ്യാനാണ് നമ്മൾ മെറ്റഫർ ഉപയോഗിക്കുന്നത്. അതായത് ഉദാഹരണം പറഞ്ഞാൽ ദ മാൻ ഈസ് എ ലയൺ, നമ്മൾ അതിനെ മെൻ്റൽ എല്ലാ രീതിയിലും നമ്മൾ കമ്പയറിങ് ആണ്. അതിനാണ് മെറ്റഫർ എന്ന് പറയുന്ന സംഭവം. ഇനി നമുക്ക് ഇത് ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ഇതുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പം ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ആൻഡ് ചാർജിങ് എലോങ് ലൈക്ക് ട്രൂപ്സ് ഇൻ എ ബാറ്റിൽ. ആൻഡ് ചാർജിങ് എലോങ് ലൈക്ക് ട്രൂപ്സ് ഇൻ എ ബാറ്റിൽ. അത് നമുക്ക് പഠിക്കാനുള്ള ഒരു കവിതയാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് ഫ്രം എ റെയിൽവേ കാരേജ് ആണ് കവിതയുടെ പേര്. അപ്പോൾ എല്ലാവരും ഓർക്കുന്നുണ്ടാവും. ആൻഡ് ചാർജിങ് എലോങ് ലൈക്ക് ട്രൂപ്സ് ഇൻ എ ബാറ്റിൽ. അപ്പോൾ ഈ ഒരു വരിയിൽ ലൈക്കിൻ്റെ ഒരു പ്രയോഗമുണ്ട്. അപ്പോൾ ഈ ലൈക്ക് ഓർ അസിൻ്റെ പ്രയോഗത്തോടുകൂടിയുള്ളതിനെ പറയുന്ന മേഖലയാണ് സിമിലി. അപ്പോൾ ഇത് എന്താണെന്ന് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടാവും. ഇതൊരു സിമിലിക്ക് ഉദാഹരണമാണ്. ഇതൊരു സിമിലിയുടെ ഉദാഹരണമാണ്. സിമിലി എന്ന് പറയുമ്പോൾ ഏതാണ്? Here the movement of the train is compared to the soldiers in the battlefield. Charging along like troop in a battle എന്നാണ് ഞാൻ പറയുന്നത്. അപ്പം മൂവ്മെൻറ്റ് ഓഫ് ദ ട്രെയിൻ, ആ ട്രെയിനിൻ്റെ ചാപ്റ്ററാണത്. അപ്പം ആ ട്രെയിൻ പോകുന്ന വഴികളുടെ ഒരു ചാപ്റ്ററാണത്. അപ്പോൾ ഹിയർ ദ മൂവ്മെൻറ്റ് ഓഫ് ദ ട്രെയിൻ ഈസ് കമ്പയർ ടു ദ സോൾജേഴ്സ് ഇൻ ദ ബാറ്റിൽ ഫീൽഡ്. ബാറ്റിൽ ഫീൽഡിലുള്ള സോൾജേഴ്സിനെ പോലെയാണ് നമ്മുടെ ട്രെയിനിനെ കമ്പയർ ചെയ്തേക്കണം. അപ്പോൾ ഇതൊരു സിമിലിക്ക് ഉദാഹരണമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇപ്പം സിമിലി കിട്ടിയിട്ടുണ്ടാവും. അതിനൊരു ഫണ്ണിയാക്കാൻ വേണ്ടിയാണ് ജസ്റ്റ് ഞാൻ ഒരു അനിമേഷനൊക്കെ കാണിച്ചത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഏകദേശം കിട്ടിയിട്ടുണ്ടാവും. ഇനി ഞാൻ അടുത്തൊരു ഉദാഹരണം നോക്കാം. ഷീ ഈസ് ലൈക്ക് എ റോസ്. ഷീ ഈസ് ലൈക്ക് എ റോസ്.
അത് ഏതിന് ഉദാഹരണമാണെന്ന് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ഷീസ് ലൈക്ക് എ റോസ് എന്ന് പറയുമ്പോൾ ലൈക്കിൻ്റെ പ്രയോഗം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു സിമിലിക്ക് ഉദാഹരണമാണ്. ഹിയർ എ ഗേൾ ഈസ് കമ്പയർഡ് ടു എ റോസ് ബിക്കോസ് ഓഫ് ഹർ ബ്യൂട്ടി. അപ്പോൾ ഒരു റോസായിട്ടൊരു പെൺകുട്ടീനെ കമ്പയർ ചെയ്തേക്കാം. അപ്പം അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ ഷീ ഈസ് എ റോസ് എന്ന് പറയുന്ന ഒരു സംഭവം, ഒരു ഷീ ഈസ് എ റോസ്, നേരത്തെ പറഞ്ഞതാണ് ഷീ ഈസ് ലൈക്ക് എ റോസ്, അതൊരു സിമിലിയിൽ പറയണമെന്നാണ്. ഷീ ഈസ് എ റോസ് ഡയറക്റ്റ് കമ്പാരിസൺ, അത് ഒരു പെൺകുട്ടീനെ റോസുമായിട്ട് ഡയറക്റ്റായിട്ട് കമ്പയർ ചെയ്തു. അപ്പം അത് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ തന്നെ ഒരു മാനിനെ നേരിട്ട് ഒരു ലയൺ പോലെ കമ്പയർ ചെയ്തതാണ്. ഏതാണ്? മെറ്റഫറാണ്. അപ്പം അത് മെറ്റഫറാണ്. മെറ്റഫർ ഇനി എന്താണെന്ന് നോക്കാം. മെറ്റഫർ എന്ന് പറയുന്നത് ഹിയർ എ ഗേൾ ഈസ് ഡയറക്ട്ലി കമ്പയർഡ് ടു ദ റോസ്. മെറ്റഫർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഡയറക്റ്റ് കമ്പാരിസൺ ബിറ്റ്വീൻ ടു തിങ്സ് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഹിയർ എ ഗേൾ ഈസ് ഡയറക്ട്ലി കമ്പയർഡ് ടു ദ റോസ്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മെറ്റഫർ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇപ്പം തന്നെ ഏകദേശം ഈ സിമിലിയും മെറ്റഫറും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. കാരണം നമ്മൾ അനിമേഷനൊക്കെ കാണിച്ചു. മനസ്സിലാവില്ലാത്തവർ ഒന്നുകൂടി ആയെന്നുണ്ടെങ്കിൽ വീഡിയോ കാണുക, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഏറെ മനസ്സിലാവും. അപ്പോൾ ഇനി അടുത്ത സംഭവത്തിലേക്ക് കിടക്കുകയാണ്. അടുത്തത് പേഴ്സോണിഫിക്കേഷൻ. പേഴ്സോണിഫിക്കേഷനും നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് പേഴ്സോണിഫിക്കേഷൻ്റെ. അതായത് വാട്ട് ഈസ് പേഴ്സോണിഫിക്കേഷൻ? ആദ്യം ഞാൻ വന്നത് തന്നെ വാട്ട് ഈസ് പേഴ്സോണിഫിക്കേഷൻ. ഇപ്പോൾ ഒരു ട്രീ നിങ്ങൾക്ക് കാണാൻ പറ്റും. ട്രീ ഒരു വിൻഡോ ബ്രാഞ്ച്, അതായത് ഒരു വീട് ഞാൻ ചെയ്തിട്ടുണ്ട്, അതിനകത്ത് വിൻഡോ ബ്രാഞ്ചിൽ ഇങ്ങനെ തട്ടാണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ കമ്പയർ ചെയ്ത് പറയാം. ആ ട്രീനെ നമുക്ക് കമ്പയർ ചെയ്യാം. എന്താണ് നമ്മളിപ്പോൾ കമ്പയർ ചെയ്യാൻ പോകുന്നത്? എന്തായിരിക്കും? അതായത് ദ ട്രീ ബ്രാഞ്ചസ് നോക്ക്ഡ് ഓൺ ദ വിൻഡോ. അതായത് ട്രീക്ക് അവിടെ ഒരു ഹ്യൂമൻ ക്വാളിറ്റി കൊടുത്തേക്കാണ്. ട്രീക്ക് ഒരു ജനലിൽ കൊണ്ടൊന്ന് മുട്ടാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ട്രീക്ക് നമ്മളൊരു ഹ്യൂമൻ ക്വാളിറ്റിയാണ് അവിടെ കൊടുത്തേക്കുന്നത്. അപ്പം ദ ട്രീ ബ്രാഞ്ചസ് നോക്ക്ഡ് ഓൺ ദ വിൻഡോസ്. ട്രീക്ക് മുട്ടാൻ പറ്റില്ല, പക്ഷേ അതായത് മുട്ടാൻ മീൻസ് നോക്ക്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഡോർസിലേക്ക് നോക്ക് ചെയ്യുക, അങ്ങനെ കേട്ടല്ലേ? അതാണ് സംഭവം. അത് ട്രീക്ക് ചെയ്യാൻ പറ്റില്ല, അതൊരു ഹ്യൂമൻ ക്വാളിറ്റിയാണ്. അത് പക്ഷേ ട്രീ ആയിട്ട് കമ്പയർ ചെയ്തേക്കും. അതാണ് പേഴ്സോണിഫിക്കേഷൻ. അതായത് സിമിലി, മെറ്റഫർ, പേഴ്സോണിഫിക്കേഷൻ. ഇത് മൂന്ന് അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഒരു പിടിയുണ്ടാവും. ഇത് മൂന്നും ഒരു കമ്പാരിസണിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത് പെടയിന്ന് മാറിപ്പോകാനും സാധ്യതയുള്ള മൂന്ന് സാധനങ്ങളാണ്. അതുകൊണ്ട് ഇപ്പം തന്നെ പഠിച്ച് നല്ല വൃത്തിയായിട്ട് പഠിക്കുക. ഇനി പ്ലേ ചെയ്യുന്നുണ്ട് ഞാൻ അനിമേഷൻ. ഇപ്പം ഒരു കൈറ്റിനെ ട്രീയുടെ ബ്രാഞ്ചിൽ കുടുങ്ങിപ്പോയി. ഒരു പട്ടം നമ്മൾ പറത്തിയിട്ട് അതൊരു മരത്തിൻ്റെ ബ്രാഞ്ചിൽ കുടുങ്ങിയെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്ത് പറയാം ദ ട്രീ കോട്ട് ദ കൈറ്റ്. അതായത് ആ പട്ടത്തെ ട്രീ പിടിച്ചു. എന്താണ്? പിടിക്കാൻ ഉള്ള കഴിവ് ട്രീക്കില്ല, പക്ഷേ നമ്മളതിനൊരു ഹ്യൂമൻ ക്വാളിറ്റി കൊടുക്കാണ്. അതൊരു പോയറ്റിക് ഡിവൈസാണ്. അതായത് അത് ഒരു റിയാലിറ്റി തോന്നിക്കാൻ വേണ്ടി, ഒരു വരി റിയാലിറ്റി തോന്നിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ വീണ്ടും കാണാം, നിങ്ങൾക്ക് ഒരു കാറ്റ് വന്നപ്പോൾ ഇങ്ങനെ ട്രീ കിടന്ന് ആടും. അപ്പോൾ എന്താണ് നമ്മൾ പറയേണ്ടത്? ദ ട്രീ വേവ്ഡ് ടു അസ്. അതായത് ട്രീ നമുക്കൊരു ടാറ്റ അങ്ങനെയുള്ള രീതിയിൽ വേവ് ചെയ്തു, കൈ വെച്ച് ഇങ്ങനെ ചെയ്തു. അതൊരു ഹ്യൂമൻ ക്വാളിറ്റിയാണ്. അത് നമ്മളൊരു ട്രീക്കാണ് കൊടുത്തേക്കണം. അതാണ് പേഴ്സോണിഫിക്കേഷൻ. ദാറ്റ് ഈസ് പേഴ്സോണിഫിക്കേഷൻ. അപ്പോൾ ഇപ്പോൾ തന്നെ പേഴ്സോണിഫിക്കേഷൻ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അതെന്താണെന്ന് വെച്ചാൽ ഗീവിങ് ഹ്യൂമൻ ക്വാളിറ്റീസ് ടു നോൺ ഹ്യൂമൻ തിങ്സ്. ഹ്യൂമൻ ക്വാളിറ്റീസ് നോൺ ഹ്യൂമൻ തിങ്സിന് കൊടുക്കുന്നു. അതാണ് പേഴ്സോണിഫിക്കേഷൻ. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് ടെക്സ്റ്റ് ബുക്ക് മീൻസ് ഞാൻ വേറെ എടുത്ത എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. പേഴ്സോണിഫിക്കേഷൻ ഉദാഹരണങ്ങൾ. അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു കവിതയാണ് ഫസ്റ്റ് ഷവർ എന്ന് പറഞ്ഞത്. കൂൾ റെയിൻ ഡ്രോപ്സ് കിസ്ഡ് മൈ ഫേസ്. പാർച്ചിട്ട് ഫേസ് എന്നാണ് അതിനകത്ത് കൊടുത്തിരുന്നത്. ഞാൻ ഇപ്പോൾ ഫേസിനാണ് കൊടുത്തിട്ടുള്ളൂ. കൂൾ റെയിൻ ഡ്രോപ്സ് കിസ്ഡ് മൈ ഫേസ്. റെയിൻ ഡ്രോപ്പിന് കിസ് ചെയ്യാൻ കഴിയില്ല, അതൊരു ഹ്യൂമൻ ക്വാളിറ്റിയാണ്. അത് പക്ഷെ നോൺ ഹ്യൂമൻ തിങ്ങിനാണ് കൊടുത്തേക്കുന്നത്. റെയിൻ ഡ്രോപ്പ് ഡസിൻ ഹാവ് ദ എബിലിറ്റി ടു കിസ്. ഹിയർ ദ പോയറ്റ് ഗീവ്സ് ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക് ടു നോൺ ഹ്യൂമൻ തിങ്സ്. അതിനു വേണ്ടിയാണ് ഈ പേഴ്സോണിഫിക്കേഷൻ ഉപയോഗിക്കുന്നത്.
അപ്പം വായിക്കുന്ന ആൾക്ക് റീഡേഴ്സിന് ഒരു മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വരുത്താൻ വേണ്ടി, അതിനു വേണ്ടിയാണ് ഇതേപോലത്തെ സിമിലി, അതേപോലെ മെറ്റഫർ, അതേപോലെ തന്നെ പേഴ്സോണിഫിക്കേഷൻ ഇത് ഉപയോഗിക്കും. ഇനി ഒരു സംഭവം ഉണ്ട്, ഇമേജസ്, അത് വരുന്നുള്ളൂ. ആ ഇമേജസിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇമേജസ് നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങൾ പലർക്കും അറിയായിരിക്കും ഇമേജസിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് ഇമേജസ് അറിയണ്ടേ ഇമേജസിനെ കുറിച്ച്. അപ്പോൾ നമുക്ക് ഇമേജസിലേക്ക് കിടക്കാം. വാട്ട് ഈസ് ഇമേജറി? എന്തൊക്കെയാണ് ഇമേജറി? അതായത് ഇമേജറിയിൽ തന്നെ പലതരത്തിലുള്ള ഇമേജറീസ് വരുന്നുണ്ട്. അതായത് 5 തരത്തിലുള്ള ഇമേജറീസ് ആണ് നമുക്ക് ബേസ് ആയിട്ട് പഠിക്കാനുള്ളത്. ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് 5 ഇമേജസ് കാണാം. ആ രീതിയിലുള്ള 5 ഇമേജസ് ആണ് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ ഈ 5 ഇമേജസിനെ എന്തൊക്കെ രീതിയിലാണ് പിടിക്കുന്നതെന്നും അതേപോലെ തന്നെ അതിന് ഉദാഹരണങ്ങൾ എന്താണെന്നൊക്കെയാണ് നമ്മളിനി പറയാനുള്ളത്. നമുക്ക് നോക്കാം. വെൻ ഐ ബിറ്റ് ഇൻ ടു ദ ലെമൺ ഇറ്റ്സ് സിട്രസ് ഫ്ലേവർ ഷോക്ക്ഡ് മൈ ടങ്. അപ്പം നിങ്ങൾക്ക് എന്തിൻ്റെ ഒരു ഇതാണ് വരുന്നത്, അതായത് ലെമൺ മുറിക്കണ സമയത്ത് അതിൻ്റെ ആ തുള്ളി കാണുമ്പോൾ നമ്മുടെ ചുണ്ടിൽ വെള്ളം ഊറും, അതാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊരു ടേസ്റ്റിൻ്റെ രീതിയിലുള്ള ഒരു ഇമേജറിയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ ടേസ്റ്റിൻ്റെ ഇമേജറിനെ വിളിക്കുന്ന പേര് നമ്മൾ വരുന്നുണ്ട്, അത് ജസ്റ്റ് നിങ്ങൾ കാണുക. ഇപ്പം നിങ്ങൾക്ക് ഇത് പറഞ്ഞു പോകുന്നതാണ്, അതായത് എന്താണെന്നുള്ളത്. ഇനി അടുത്തത് വരാണെങ്കിൽ ടൈനി എമറാൾഡ്സ് ലീവ്സ് റിഫ്റ്റഡ് ഇൻ ദ ആഫ്റ്റർനൂൺ സൺഷൈൻ. എമറാൾഡ്സ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, കാരണം താജ്മഹൽ എന്ന് പറയുന്ന കവിതയിൽ എമറാൾഡ്സ്, റൂബീസ് ആൻഡ് പീൽസ് എന്ന് പറയുന്ന ഒരു വഴിയുണ്ട്. അപ്പം നമുക്ക് എമറാൾഡ്സ് എന്ന് പറയുന്ന ഒരു സംഭവത്തെ കുറിച്ച് എല്ലാവർക്കും അറിയായിരിക്കും. അതൊരു രക്തം പോലത്തെ ഒരു ഡയമണ്ട് പോലത്തെ സംഭവമാണ് എമറാൾഡ്സ് എന്ന് പറയുന്നത്. ആഫ്റ്റർനൂൺ സൺഷൈനിൽ അത് ഇങ്ങനെ തിളങ്ങുന്നു എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഇത് കളയുന്നത്. അപ്പോൾ ആ സൺഷൈനും ഒക്കെ നമുക്ക് മനസ്സിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു സൈറ്റാണ്, നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന രീതിയിൽ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വേവ്സ് ക്രാഷ്ഡ് അപ്പോൺ ദ ഷോർ, അതായത് തിരമാലകൾ കരയിലേക്ക് ആഞ്ഞടിക്കുന്നു. അപ്പോൾ നമുക്ക് എന്താണ് ആ അടിക്കുന്നതിൻ്റെ ശബ്ദമാണ് പെട്ടെന്ന് കേൾക്കാൻ പറ്റുന്നത്. മനസ്സിലായോ? അത് ശബ്ദമാണ് നമുക്ക് പെട്ടെന്ന് കേൾക്കാൻ പറ്റുന്നത്. അപ്പം അതൊരു ഇയർ, അതായത് സൗണ്ട് സെൻസിങ് ആയിട്ടുള്ള ഒരു ഇതാണ്, ഇമേജറി ആണെന്ന് നമുക്ക് മനസ്സിലായി. ഷീ ജെന്റിലി സ്ട്രോക്ക്ഡ് ഹെർ സിൽക്ക് സ്കാർഫ്, അതായത് പതുക്കെ ഇങ്ങനെ മൃദുവായ സ്ഥലത്ത് ഇങ്ങനെ തൊട്ടു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് പതുക്കെ സോഫ്റ്റ് സ്ഥലത്ത് ഇങ്ങനെ തൊട്ടു എന്നാണ്. അതായത് സിൽക്ക് സ്കാർഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു തുണിയാണ്. അപ്പോൾ ആ സാധനത്തിന് ഇങ്ങനെ തൊട്ടു എന്നുള്ളതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊരു ടച്ച്, നമ്മൾ തൊടണേൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഇമേജറി ആണത്. പിന്നെ അടുത്തതായിട്ട് കിടക്കുന്നത് സ്പ്രിംഗ് റോസസ് ഫില്ലിഡ് ദ കിച്ചൺ വിത്ത് സട്ടിൽ ഫ്ലോറൽ പെർഫ്യൂം, അതായത് ഒരു പെർഫ്യൂമിൻ്റെ മണത്തിൽ നമ്മുടെ കിച്ചണിൽ നല്ല റോസുകളുടെ മണം വീശി. അതായത് ഗാർഡനിലൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ കിച്ചണിനാണ് എഴുതിയാണ്, ഗാർഡനിലൊക്കെ ആണെങ്കിൽ നമ്മൾ റോസ് പൂക്കൾ ഇങ്ങനെ പൂത്ത് നിൽക്കുമ്പോൾ നല്ല മണം ഉണ്ടാവും. അപ്പോൾ അത് നമ്മളൊരു കാവ്യഭാവനയിൽ എഴുതുമ്പോൾ അങ്ങനെ എഴുതും കേട്ടോ. അപ്പോൾ അത് നമ്മൾ മനസ്സിലേക്ക് വരുന്നത് എന്താണ്, അത് അതിൻ്റെ ഒരു സ്മെല്ലാണ്. ഇപ്പോൾ റോസിൻ്റെ സ്മെല്ലാണെങ്കിൽ റോസിൻ്റെ സ്മെല്ലാണ് നമ്മളെ മൂക്കിലേക്ക് വന്നില്ലെങ്കിലും അതേപോലെ തന്നെ ഒരു ഫീൽ നമുക്കുണ്ടാവും. അപ്പോൾ ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയാണ് ഈ പോയറ്റിക് ഡിവൈസ് ഉപയോഗിക്കുന്നത്. അതായത് ഫീലിംഗ് ഓഫ് ഫ്രാഗ്രൻസ്, സ്മെല്ലിൻ്റെ ഫീലിംഗ് കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ നമ്മൾ പേരുകൾ പഠിക്കണം. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ പറഞ്ഞു തന്നുള്ളൂ ഓരോ എക്സാമ്പിൾസ് വെച്ച്. ഇനി എക്സാമ്പിൾസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം, ഓരോ ഇമേജസ് ആയിട്ട് നമുക്ക് എടുക്കാം. ദ ബ്യൂട്ടിഫുൾ മൗണ്ടെയിൻസ് ആൻഡ് പ്ലെയിൻസ്, ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ഇതുമായിട്ട് എടുത്തേക്കണം. അതായത് ഫ്രം ദ റെയിൽവേ കാരേജിലുണ്ട് ഈ വരി. അപ്പോൾ അതൊരു എന്താണ്, നമ്മുടെ ഒരു ബ്യൂട്ടിഫുൾ മൗണ്ടെയിൻ ആൻഡ് പ്ലെയിൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എങ്ങനെയാണ് വരുന്നത്, നമ്മുടെ മനസ്സിലേക്ക് ആ ചിത്രങ്ങൾ പതിയാണ്. അപ്പോൾ എന്താണ് സംഭവം, മൗണ്ടെയിൻ്റെയും പ്ലെയിൻ്റെയും ചിത്രങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് പതിയാണ്. അപ്പോൾ അതൊരു വിഷ്വൽ ഇമേജാണ്, മനസ്സിലായില്ലേ? അപ്പോൾ വിഷ്വൽ ഇമേജസ് ആർ വേർഡ്സ് വിച്ച് ക്രിയേറ്റ് എ മെൻ്റൽ ഇമേജ്, അതായത് മെൻ്റൽ ഇമേജ്, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യണ ഇമേജറിനെയാണ് പറയണത് വിഷ്വൽ ഇമേജ്. പഠിച്ചിരിക്കുക, വിഷ്വൽ ഇമേജ്. ഇനി അടുത്തത് ഞാൻ പറയാം,
അതായത് ആൻഡ് എവർ അഗെയിൻ ഇൻ ദ വിങ് ഓഫ് ആൻ ഐ പെയിൻറ്റഡ് സ്റ്റേഷൻ വിസിൽ ബൈ. ഇതിനകത്ത് നിങ്ങളൊന്ന് കേൾക്കുക. ആൻഡ് എവർ അഗെയിൻ ഇൻ ദ വിങ് ഓഫ് ആൻ ഐ പെയിൻറ്റഡ് സ്റ്റേഷൻ വിസിൽ ബൈ. ഇതിനകത്ത് 2 ഇമേജസ് ഉണ്ട്. പെയിൻറ്റഡ് സ്റ്റേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു പെയിൻറ്റഡ് സ്റ്റേഷൻ, അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ, ഇത് നമ്മളെ ഫ്രം ദ റെയിൽവേ കാരേജ് ആണ് പാടം. അപ്പോൾ ആ പാടത്തിലെ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു പിക്ചർ നമ്മുടെ മനസ്സിലേക്ക് വരും. അതൊരു വിഷ്വൽ ഇമേജ് ആണ്. പക്ഷേ ഇതിനകത്ത് വേറൊരു ഇമേജറി കൂടി ഉണ്ട്. അതായത് വിസിൽ ബൈ. വിസിൽ ബൈ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഒരു ട്രെയിൻ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു വിസിലുണ്ടാവും. ആ വിസിലിനെയാണ്, അപ്പോൾ അതൊരു എങ്ങനെയാണ്, സെൻസ് ഓഫ് ഹിയറിംഗ് ആണ്. അത് ഏത് ഇമേജിൽ വരും എന്ന് അറിയും. അതിനെ വിളിക്കുന്ന പേരാണ് ഓഡിറ്ററി ഇമേജ്. ഓഡിറ്ററി ഇമേജ്. ഓഡിറ്ററി ഇമേജസ് ആർ വേർഡ്സ് വിച്ച് അപ്പീൽ ടു അവർ സെൻസ് ഓഫ് ഹിയറിംഗ്. അതായത് ഹിയറിങ്ങിൻ്റെ സെൻസിൽ വരണതാണ് ഓഡിറ്ററി ഇമേജ്. ഇനിയുണ്ടോ ഇമേജസ്? ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഇമേജസ് ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിരുന്നല്ലോ കുറച്ച് ഇമേജസ്. ആ ഇമേജസ് ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. ഇതിനകത്ത് ഇപ്പം നമ്മൾ കൃത്യമായിട്ടും പഠിച്ചിരിക്കേണ്ടത് ഈ വിഷ്വൽ ഇമേജും ഓഡിറ്ററി ഇമേജും ഇനി പറയാൻ പോണ ഇമേജുമാണ്. അതാണ് മെയിൻ. ഈ നമ്മളെ 8ാം ക്ലാസ്സിൽ ഇനി 9ാം ക്ലാസ്സിലേക്ക് കിടക്കുന്ന സമയത്ത് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ബാക്കി 2 ഇമേജസ് കൂടി വന്നോളൂ കൂടുതലായിട്ട്. ഇനി സോഫ്റ്റ്നെസ് ഓഫ് ദ ഫ്ലവർ, അതാണ് ഉദാഹരണമായിട്ട് തന്നത്. നേരത്തെ ഞാൻ കാണിച്ചിരുന്നു, അതായത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു സോഫ്റ്റ്നെസ് ഓഫ് ദ ഫ്ലവർ. അപ്പം ഫ്ലവറിൽ നിന്ന് ടച്ചിങ് ഉള്ള രീതിയിലാണ് അതിൻ്റെ സോഫ്റ്റ്നെസ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ, അല്ലേ? എന്തിന് സോഫ്റ്റ് ആണ് ഒരു സാധനം എന്ന് അറിയണമെങ്കിൽ അതിന് നമ്മളൊന്ന് ടച്ച് ചെയ്യണം. അപ്പോൾ ആ ടച്ചിങ് വരുന്നത് എന്താണ്? അപ്പം സെൻസ് ഓഫ് ടച്ചിങ് ആണ് നമുക്ക് ആ ഒരു വരി കേൾക്കുമ്പോൾ തോന്നിക്കുന്നത്. അതൊരു ടാക്ടൈൽ ഇമേജ് എന്നാണ് പറയുന്നത്. ടാക്ടൈൽ ഇമേജ്. ടാക്ടൈൽ ഇമേജസ് ആർ വേർഡ്സ് വിച്ച് അപ്പീൽ ടു അവർ സെൻസ് ഓഫ് ടച്ച്. സെൻസ് ഓഫ് ടച്ചിലേക്ക് വരുന്നതാണ് ടാക്ടൈൽ ഇമേജ്. ഇനി അടുത്തതിലേക്ക് കിടക്കുകയാണെങ്കിൽ എന്താണ്? ദ ഫ്രാഗ്രൻസ് ഓഫ് ദ റോസ്. ഞാൻ പറഞ്ഞില്ല ഈ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനി വരണതും ഇമ്പോർട്ടൻ്റ് ആണ് സംഭവം. അത് ഈ വർഷമാണ് പഠിക്കുക. അപ്പം ദ ഫ്രാഗ്രൻസ് ഓഫ് ദ റോസ് ഈ സ്പ്രെഡ് ആൾ ഓവർ ദ ഗാർഡൻ. ഗാർഡനിൽ മുഴുവൻ തന്നെ നമ്മുടെ റോസിൻ്റെ ഫ്രാഗ്രൻസ് നന്നായിട്ട് വീശുന്നു. അപ്പോൾ എന്താണ് സംഭവം? അതൊരു സെൻസ് ഓഫ് സ്മെല്ലാണ്. സെൻസ് ഓഫ് സ്മെൽ. അപ്പോൾ അതൊരു ഓൾ ഫാക്ടറി ഇമേജാണ്. ഓൾ ഫാക്ടറി ഇമേജ്. അങ്ങനെയാണ് സെൻസ് ഓഫ് സ്മെല്ലിനെ പറയുന്നത്. ഓൾ ഫാക്ടറി ഇമേജസ് ആർ വേർഡ്സ് വിച്ച് അപ്പീൽ ടു അവർ സെൻസ് ഓഫ് സ്മെൽ. സ്മെൽ അതായത് ഫ്രാഗ്രൻസ് നമ്മൾ റോസിൻ്റെ അടിക്കുമ്പോൾ അതൊരു സ്മെല്ല്, നമുക്കൊരു ഫീലിംഗ് ഉണ്ടാകും സ്മെല്ലിൻ്റെ, റോസിൻ്റെ സ്മെല്ലിൻ്റെ. അപ്പോൾ അത് നല്ലൊരു ഫ്രാഗ്രൻസ് ആണ്. അപ്പം അങ്ങനെയുള്ള ഇമേജസാണ്, അതായത് റീഡേഴ്സിൻ്റെ അടുത്ത് അങ്ങനെ ഒരു ഇമേജ് കൊടുക്കുന്ന ആ പേരിനെ പറയുന്ന പേരാണ് ഓൾ ഫാക്ടറി ഇമേജ്. ഇനി നമ്മൾ അടുത്തൊരു ഇമേജസിലേക്ക് കിടക്കാണ്. ദ ക്രീമി കേക്ക് ഈസ് വെരി സ്വീറ്റ്. അപ്പോൾ എന്താണ് ദ ക്രീമി കേക്ക്? വളരെ ഡിലീഷ്യസ് ആയിട്ടുള്ള ക്രീമി കേക്കാണ്. അപ്പോൾ നമ്മളെ അത്യാവശ്യം എല്ലാവരുടെയും, അതായത് നമ്മളിപ്പോൾ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക, ഒരു ക്രീമി കേക്കിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ് സംഭവം? നമ്മുടെ സെൻസ് ഓഫ് ഏതാണ്? നമ്മുടെ ടേസ്റ്റിൻ്റെ സെൻസാണ്. അപ്പോൾ എന്താ സംഭവം? അപ്പോൾ നമ്മളൊരു കേക്കൊക്കെ നന്നായിട്ട് ടേസ്റ്റ് ആയിരിക്കും, നമുക്ക് വായിൽ വെള്ളം ഊറും നമ്മളെ. അതൊക്കെ നമ്മൾ വിട്ട് ഇതിപ്പോൾ ഇമേജസിലേക്കാണ് വരുന്നത്. അതായത് ഒരു പോയട്രി ഡിവൈസ് റീഡറിൻ്റെ ഉള്ളിൽ സെൻസ് ഓഫ് ടേസ്റ്റ് വരുത്താൻ വേണ്ടിയുള്ളതാണ് ഗസ്റ്റേറ്ററി ഇമേജ്. ഗസ്റ്റേറ്ററി ഇമേജസ് ആർ വേർഡ്സ് വിച്ച് അപ്പീൽ ടു അവർ സെൻസ് ഓഫ് ടേസ്റ്റ്. അപ്പോൾ ഇമേജസ് ഇപ്പോൾ എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത്ര ഇമേജസ് ആണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഒരു പ്രാവശ്യം കൂടിയും പറയാം. സിമിലി നമ്മൾ ഡിസ്കസ് ചെയ്തു, മെറ്റഫർ നമ്മൾ ഡിസ്കസ് ചെയ്തു, പേഴ്സോണിഫിക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു, അതേപോലെ വിവിധ തരത്തിലുള്ള ഇമേജസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. വിഷ്വൽ ഇമേജ്, ഓഡിറ്ററി ഇമേജ്, ടാക്ടൈൽ ഇമേജ്, ഓൾഫാക്ടറി ഇമേജ്, ഗസ്റ്റേറ്ററി ഇമേജ്. ഇത്ര ഇമേജസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ സിമിലി, മെറ്റഫർ, പേഴ്സോണിഫിക്കേഷൻ. അത് 3 കമ്പാരിസണിന് വേണ്ടി ഉപയോഗിക്കുന്നതാണെന്ന് ഞാൻ പറഞ്ഞു. അത് പലതരത്തിലാണ് കമ്പാരിസൺ. അപ്പോൾ അത് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അത് മാറിപ്പോവാൻ സാധ്യതയുണ്ട് 3 തമ്മിൽ. അതേപോലെ ഇതും നന്നായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ ഇതേപോലെയുള്ള ഗ്രാമർ റിലേറ്റഡ് മാത്രമല്ല പല നമ്മളെ വിഷയങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ, ലിറ്റിൽ കൈസ്, അതേപോലെ തന്നെ പലതരത്തിലുള്ളത്
9ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോകൾ നമ്മളെ ചാനലിൽ ഇനിയും പ്രതീക്ഷിക്കാം. നമ്മൾ എന്തായാലും അപ്ലോഡ് ചെയ്യും ഇതേപോലത്തെ വീഡിയോസ്. അതായത് നിങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്പെടുന്നതും അതേപോലെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇരിക്കാൻ തോന്നുന്നതായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യണത്. അപ്പോൾ ഇപ്പോൾ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അപ്പോൾ ഇനി നമുക്കറിയാം അടുത്ത വീഡിയോയിലാണ്.